ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്ത്യ ടീമിൻ്റെ ഈ വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നലത്തെ മത്സരത്തിൽ ഒരു തിരക്കടില്ലാത്തൊരു പെർഫോമൻസ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ എടുത്തു പറയേണ്ടതാണ് വിരാട് കോഹ്ലിയുടെ ഒരു ഇന്നിങ്സ്. ആ ഇന്നിങ്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞ് അത്രയും മികച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു. കോഹ്ലിനെ സംബന്ധിച്ച് നമുക്കറിയാം, തകർപ്പൻ ഫോമിലാണ് കോഹ്ലി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സെഞ്ചുറിയിൽ കത്താൻ വേണ്ടി പറ്റിയില്ല, വിഷമം. അതെ അതെ, ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്, അത് അവിടെ ഉണ്ട്. പക്ഷെ ഓരോ എനിക്ക് തോന്നുന്നു 28,000 റൺസ് നമുക്കറിയാം. വിരാട് കോഹ്ലി ചേസിങ് ചെയ്യുമ്പോൾ പിന്നെ എന്താണെന്ന് അത് കരിയറിന് തുടക്കം മുതലേ അങ്ങനെയാണ് വരുന്നത്. എത്ര വലിയ ടാർഗറ്റ് ആണെങ്കിലും ആ ടാർഗറ്റാണ് കോഹ്ലിയുടെ ഒരു പ്രചോദനം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ അതിനാണ് നമ്മൾ കണ്ടത്. 93 റൺസ് പറയുമ്പോഴും അത് സെഞ്ചുറിയിലേക്ക് എത്തിയില്ലെങ്കിൽ സെഞ്ചുറികളും പോകുന്ന ഇന്നിങ്സ് ആണ്. പക്ഷേ ഇന്ത്യക്ക് വേണ്ട കൃത്യസമയത്ത് വേണ്ടത് അത് ക്യാപ്റ്റനൊപ്പം വൈസ് ക്യാപ്റ്റനൊപ്പം നിർണായകമായ 2 പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കോഹ്ലിക്ക് പറ്റുന്നുണ്ട്. കോഹ്ലി എന്താണ് കരിയർ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്, സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്, അത് തന്നെയാണ് ഇപ്പോഴും കാണാൻ പറ്റുന്നത്. ആ ഒരു ഇത് എന്താ പറയട്ടെ, പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതൊന്നും ഒരു അതുമല്ലാതെ ബാറ്റ് എടുക്കുമ്പോൾ കോഹ്ലി തെളിയിക്കുകയാണ്. രോഹിത് ശർമ്മയുടെ കേസ് നമുക്ക് അങ്ങനെ പറയണം. രോഹിത്തും കോഹ്ലി നല്ല ഫോമിൽ തന്നെയാണ്. രോഹിത്തിന് നല്ല വലിയ സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ തന്നെ മികച്ച തുടക്കം നൽകാൻ വേണ്ടി, ഭേദപ്പെട്ട തുടക്കം നൽകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. 2 താരങ്ങളും ആ സീനിയർ താരങ്ങളൊന്നും. അതിനൊപ്പം നമുക്ക് ഇനിയിപ്പം ഈ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നുള്ള യുഗം അവസാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഏകദിന ക്രിക്കറ്റിൽ സംശയമില്ലാത്ത 2 താരങ്ങൾ ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരുമാണ്. ഇന്നലെ 2 താരങ്ങളും ക്യാപ്റ്റൻ അർദ്ധ സെഞ്ചുറി ആയിരുന്നു, വൈസ് ക്യാപ്റ്റൻ അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടടിക്കുക. ഇപ്പം കോഹ്ലിയുടെ സെഞ്ചുറി തന്നെ 49 സെഞ്ചുറി നഷ്ടപ്പെട്ടു, ഒരാൾക്ക് അർദ്ധ സെഞ്ചുറി നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു നിർണായകമായ 2 ഇന്നിങ്സുകൾ ഈ 300-നുള്ളൊരു പിന്നെ ടോട്ടൽ ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണോ വേണ്ടത്, നമുക്ക് പിന്നെ ടോപ്പ് ഓർഡറിൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. 4 നമ്പറിൽ ശ്രേയസ് അയ്യർ വന്നിട്ട് അത് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്ന് ആ മത്സരം യാതൊരു ആശങ്കയിലാണ് ഇന്ത്യക്ക് ചേസിങ്ങിന് പോകുന്നു. അവിടെ ഒരു മധ്യനിരയിലൊരു കൂട്ടത്തകർച്ചയിലേക്ക് വീഴും എന്ന് ഒരു വീഴുന്നല്ല, ഒരു കൂട്ടത്തകർച്ചയിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും കെ എൽ രാഹുലിന്റെ ബാറ്റിംഗ് ഡെപ്ത്, നമ്മളെ ഹർഷിത് റാണയുടെ നിർണായകമായ ഇന്നിങ്സുകൾ, പിന്നെ 2 പേരും അത് നമുക്ക് ആ ഒരു നമ്മളിപ്പം പറയുന്നത് ഗംഭീറിന്റെ ഒരു ബാറ്റിംഗ് ഡെപ്തിന്റെ കാര്യം പറയാറുണ്ട്. ആ ഡെപ്ത് എന്തുകൊണ്ട് നമുക്ക് പിന്നെ ഒരു വിലപ്പെട്ടതാണെന്ന് ഇന്നലെ മത്സരം തെളിയിച്ചു. കാരണം ഇത്രയും മികച്ച തുടക്കം ലഭിച്ചു നിൽപ്പോൾ തോൽവിയിലേക്ക് പോയാനെ. പക്ഷേ 6 പന്തുകൾ ശേഷിക്ക് ഇന്ത്യക്ക് ജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റി. ബാറ്റിംഗ് നിരയുടെ കാര്യത്തിൽ വലിയ ആശങ്കകളില്ലെന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് 2 താരങ്ങളുടെ ഇപ്പം ജഡേജയുടെ കേസ് പെട്ടെന്ന് വിക്കറ്റ് പോയി എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ സെഞ്ചുറിക്കും അർദ്ധ സെഞ്ചുറിക്കും ഒരിക്കലും 2 താരങ്ങൾ വീണു എന്ന് പറഞ്ഞാലും അതിൽ നമുക്ക് വലിയ ആശങ്കയുണ്ടെന്ന് തോന്നുന്നില്ല. കെ എൽ രാഹുലും പിന്നെ ഹർഷിത് റാണയും കൂടെ ഒരു സേഫായി എത്തിക്കുന്നു. വാഷിംഗ്ടൺ സുന്ദറിന് പരിക്കായിരുന്നു എങ്കിൽ കൂടി ഇറങ്ങിയിട്ട് ജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നു. ഒരു പ്രശ്നമില്ല. ബാറ്റിംഗ് കാര്യത്തിൽ വലിയ ആശങ്കകളില്ല. പിന്നെ പരീക്ഷിക്കപ്പെട്ടാലും വലിയ പ്രശ്നങ്ങളില്ല. നമുക്കറിയാം ഇതൊരു ബാറ്റിംഗ് ഡെപ്ത്. നമ്മൾ ഈ മത്സരത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു കെ എൽ രാഹുൽ മധ്യനിരയിൽ എന്തായിരിക്കും നൽകുക എന്നുള്ളത്. അത് അദ്ദേഹവും നൽകിയിട്ടുണ്ട്. അപ്പം സീനിയർ താരങ്ങളിലെ പ്രധാന താരങ്ങളൊക്കെ പ്രതീക്ഷയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. യാതൊരു പ്രശ്നമില്ലാണ്ട് തന്നെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്നലെ പിന്നെ 301 എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം. തീർച്ചയായിട്ടും ഇന്നലത്തെ അത് മറുവശത്ത് നമ്മൾ ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യയുടെ ന്യൂ ബോളിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു നല്ല ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വിക്കറ്റ് എടുക്കാനോ ആ രീതിയിൽ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഡെവിൻ കോൺവേ ആണെങ്കിലും അതുപോലെ തന്നെ ഹെൻറി നിക്കോൾസ് ആണെങ്കിലും നല്ല ഒരു തുടക്കം, 117 റണ്ണിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഓപ്പണിങ്ങിൽ അവർക്ക് പടുത്തുയർത്താൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വളരെയധികം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഒരു വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു തുടക്കമായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു അഗ്രസീവ് ശൈലിയിലേക്ക് പോകാതെ വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ കളിക്കുക എന്ന ഒരു തന്ത്രം വളരെ വ്യക്തമായിട്ട് ഓപ്പണിങ്ങിൽ ന്യൂസിലാൻഡ് ചെയ്തിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് വിൽ യങ്ങിന് കിട്ടിയ ആ ഒരു നല്ല തുടക്കം അത് ഒരു മുതലാക്കാൻ സാധിച്ചില്ല. പക്ഷെ ഡാറിൽ മിച്ചലിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയിലേക്ക് അതുപോലെ തന്നെ തകർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മധ്യനിരയിൽ ബാക്കിയുള്ള താരങ്ങൾക്കൊന്നും വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. മറുവശത്ത് ഇന്ത്യനെ സംബന്ധിച്ച് 300 എന്ന് പറയുന്ന ഒരു റണ്ണ് ചേസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് വേണ്ട ഒരു തുടക്കം ആ രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് രോഹിത് ശർമ്മേനെ കുറച്ച് നേരത്തെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ എങ്കിൽ പോലും അതെ അതെ എങ്കിൽ പോലും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ നിലവിലുള്ള ഒരു ഫോം എന്താണ്, ഏകദിനത്തിൽ നമ്മുടെ ഫോം എന്താണ് എന്ന് തെളിയിക്കുന്ന ഇന്നിങ്സുകളാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള. ഇപ്പോ 1 നമ്പർ 2 നമ്പർ അതിപ്പം മാറാൻ ചാൻസ് കാണുന്നുള്ളൂ. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ വരുന്നത്. സംശയം വരുന്നില്ല. ബാറ്റിംഗ് നിരയുടെ ഡെപ്ത് അല്ലെങ്കിൽ കരുത്ത് ഈ വിരാട് കോഹ്ലി രോഹിത് ശർമ്മയിലപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ട്. അതിൽ തന്നെ ശ്രേയസ് അയ്യരും
പിന്നെ പരിക്ക് ശേഷം തിരിച്ചെത്തുകയാണ്. അപ്പോൾ ശ്രേയസ് പരിക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പം അയ്യറിൻ്റെ ഫോം മങ്ങിയിട്ടുണ്ടാവുന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു സംശയവുമില്ല, ശ്രേയസ് ഒരു 4 നമ്പറിൽ എന്താണോ ഇന്ത്യക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ വേണ്ടത് അത് കൃത്യമായി ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇന്നലെ അത് കണ്ടു, ആടെയും ഒരു പ്രശ്നമൊന്നുമില്ല. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് നമുക്കറിയാം T20 ഇപ്പോൾ ഒരു നാണക്കേടെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ അത് തൻ്റെ ഫോർമാറ്റിലേക്ക് എത്തുമ്പോൾ തനിക്ക് പറ്റുന്ന ശൈലിയിലേക്ക് എത്തുമ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് ഗില്ലും തെളിയിക്കുന്നു. ഒരു പതിഞ്ഞ തുടക്കമായിരുന്നു എങ്കിൽ തന്നെ മികച്ച 50 അടിച്ചിട്ട് ഗ്ലെൻ ഫിലിപ്സിന്റെ ഒരു ക്യാച്ച് അതാണ് ഞാൻ പറഞ്ഞത്. അത് ആദ്യം തന്നെ രക്ഷപ്പെടുക, അത് ഗില്ലിനെ കുറ്റം പറയാൻ പറ്റില്ല. ഗ്ലെൻ ഫിലിപ്സിന്റെ ഒരു മേന്മയാണ് അത്. എന്റെ അത്ഭുതം എന്തുകൊണ്ട് കുടുങ്ങിലാണ് ഗ്ലെൻ ഫിലിപ്സിന്റെ നമുക്ക് കരിയർ എത്ര കണ്ടിട്ടുണ്ട്. പിന്നെ വിരാട് കോഹ്ലി വിക്കറ്റ് പോയിട്ട് അന്തം വിട്ടേക്കുന്ന സീനൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മള് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ക്യാച്ച് എങ്ങാനും ഗ്ലെൻ ഫിലിപ്സിന്റെ കയ്യിൽ കുടുങ്ങായിരുന്നെങ്കിൽ കയ്യിൽ തീർച്ചയായിട്ടും അത് കുടുങ്ങുന്നുണ്ട്, പക്ഷെ തെറിച്ചു പോകുന്ന ഒരു നമുക്കറിയാം അല്ല, അത് കയ്യില് കിട്ടിയിട്ട് എങ്ങാനും ഔട്ടായിരുന്നെങ്കിൽ ഇതിൽ പരം ഒരു നിർഭാഗ്യം ഗില്ലിനില്ല എന്ന് തന്നെ പറയേണ്ടത്. കാരണം പ്രത്യേകിച്ച് ആ ഒരു ക്യാച്ച് സത്യത്തിൽ അതൊരു കാവ്യ നീതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഗില്ലിനെ സംബന്ധിച്ച് ഗില്ല് ഇപ്പൊ T20 നമ്മൾ പുറത്താക്കിയ കാര്യം പറയുമ്പോൾ ഗില്ല് അതും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ടെസ്റ്റ് ടീമുമായി ബന്ധപ്പെട്ടിട്ട് BCCI വളരെ കോൺഫിഡന്റ് ആയിട്ട് നെഞ്ചും വിരിച്ചിട്ട് BCCIയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഇത്തരം ആവശ്യങ്ങൾ വേണം, ക്യാമ്പ് വേണം എന്ന് പറയാൻ ഗില്ലിന് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു BCCI സോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയുള്ള ആളുകൾ പറയുന്നത് ഗില്ലിനെ അങ്ങനെ കാണുന്നതിൽ വളരെയധികം സന്തോഷം. അത് കൃത്യമായിട്ട് ഗില്ലിന് പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തൻ്റെ ഫോർമാറ്റ് ഇത് രണ്ടുമാണെന്നും അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് ആ ഫോർമാറ്റിൽ അധികം ചെയ്യാനില്ല എന്നും ഗില്ലിന് തിരിച്ചറിവുണ്ടായിരിക്കണം. അല്ല, ഒരുപക്ഷെ നേരത്തെ അത് ഗില്ലിനുണ്ടായിരിക്കും. ആ ഗില്ലിന് ആ ബോധ്യം ഉണ്ടാവും. ഇത്രയധികം മത്സരങ്ങളിൽ പിന്നെ റണ്ണെടുക്കത്ത അല്ലെങ്കിൽ ടീമിൻ്റെ ഒരു ബാലൻസ് എത്തിക്കുമ്പോൾ ഗില്ലിൻ്റെ ഉള്ളിലുണ്ടാവും, ഒരു റിഗ്രറ്റ് ഉണ്ടാവും. പക്ഷെ അത് മാനേജ്മെന്റ് മനസ്സിലാക്കാൻ കുറച്ച് വൈകി എനിക്ക് തോന്നുള്ളൂ. അത് വൈകിയ മാനേജ്മെന്റ് തീരുമാനിച്ചപ്പം എന്തായാലും ആ തീരുമാനത്തിനൊപ്പം നിന്ന് തൻ്റെ 2 ഫോർമാറ്റുകളിൽ കൃത്യമായിട്ട് അതായത് വളരെയധികം മുന്നോട്ട് പോകാൻ വേണ്ടി ഗില്ലിന് പറ്റുന്നത് അത് വലിയൊരു ഇത് തന്നെയാണ്. അത് പക്ഷേ ഇപ്പോൾ പറഞ്ഞത് തന്നെ ഇന്നലെ അത് ഗ്ലെൻ ഫിലിപ്സിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ മിസ്സായി പറയേണ്ടി വരും. പക്ഷേ അത് നിർഭാഗ്യം എന്ന് പറയുമ്പോൾ അല്ല, വിക്കറ്റ് പോയില്ലെങ്കിൽ അതെ വിക്കറ്റ് എനിക്ക് തോന്നുന്നു ആ വിക്കറ്റ് പോയില്ലെങ്കിലും ഗില്ലിനെ കുറ്റപ്പെടാൻ ക്രിക്കറ്റ് അങ്ങനെയാണ്. നമുക്ക് ചില സമയത്ത് നമുക്കത് ആ രീതിയിലേക്ക് ഉള്ള നിമിഷങ്ങൾ നമുക്ക് തരാം. എന്റെ ഒരു വ്യൂവിൽ അത് പറഞ്ഞാൽ വിക്കറ്റ് പോയിരുന്നെങ്കിലും ഗില്ലിനെ കുറ്റപ്പെടുത്താൻ നിൽക്കില്ല. കാരണം ആരും കുറ്റപ്പെടുത്തില്ല. നാളെ ഒരു കണക്ക് അതെ 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 എങ്ങനത്തെ ക്യാച്ച് എടുത്തിട്ടാണ് ഔട്ടായത് എന്ന് നാളെ ആളുകൾ പറയില്ല. ഇപ്പൊ ഈ നമ്മള് തന്നെ പറയും ഗില്ലിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ അതിന്റെ ഒരു യാഥാർത്ഥ്യം ഇതാണ്, അങ്ങനെ ഒരു ക്യാച്ചിൽ ഔട്ടാവുക എന്ന് പറയുമ്പോൾ അത് നിർഭാഗ്യം തന്നെയാണ്. അത് ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഉണ്ടായ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് ടോസ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ബോളിംഗ് ഓപ്ഷൻ കൃത്യമായി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു. അത് എന്താണോ ഇന്ത്യൻ ടീം ആഗ്രഹിച്ചത് അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. കുറെ ആയിട്ട് ടോസ് കിട്ടാത്തൊരു ടീമായിരുന്നു ഇന്ത്യ മാറുന്നത്. അപ്പൊ അത് ഉണ്ടായില്ല, ടോസ് കിട്ടി. വളരെ വ്യക്തമായിട്ട് എന്താണോ ടീമിന് വേണ്ടത് ആ ടീമിൽ അതിൽ തിരഞ്ഞെടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ വരുന്നത് വളരെ ഇന്ത്യയുടെ ബോളിംഗ് ഓപ്ഷൻസ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഓപ്ഷൻസ്, 3 പേസേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സ്പിന്നേഴ്സ് ആണെങ്കിലും ഒരു ബാലൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പോസിറ്റിവിറ്റി. 3 പേസർ 3 സ്പിന്നർ പറയാൻ വേണ്ടി പറ്റും. അതെ അതെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മധ്യ ഓവറുകളിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പന്തെറിയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പിന്നെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗില്ലും അതുപോലെ തന്നെ കോഹ്ലിയും കളിച്ച പാർട്ട്ണർഷിപ്പ്, അതുപോലെ ശ്രേയസിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. KL രാഹുൽ വളരെ സാഹചര്യത്തിനനുസരിച്ച് വളരെ നല്ല രീതിയിലൊരു പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. നമുക്കറിയാം വാഷിംഗ്ടൺ സുന്ദറിന്റെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഹർഷിത് റാണ തന്റെ റോള് വളരെ വ്യക്തമായിട്ട് നിർവഹിച്ചു. 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു 23 പന്തിൽ 29 റൺ എന്ന് പറയുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു റൺസ് സ്കോർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ബാറ്റിംഗിലെ ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പോസിറ്റീവായി. പിന്നെ ഒരു പ്രഷർ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ
ഈ നിലവിലുള്ള ന്യൂസിലാൻഡ് ടീമിനേക്കാളും കൂടുതൽ ഒരു എക്സ്പീരിയൻസ് ഇന്ത്യൻ ടീമിന് ഉണ്ടായിരുന്നു. അത് അവിടെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. നമ്മൾ ഇൻഡിവിജ്വൽ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഹ്ലിയുടെ, ഗില്ലിന്റെ, രാഹുലിന്റെ, ശ്രേയസ് അയ്യരുടെ ഒക്കെ പ്രകടനം നമ്മൾ പറയേണ്ടി വരും. ബോളിംഗ് പ്രകടനം നോക്കുകയാണെങ്കിലും തരക്കേടില്ലാത്തൊരു ബോളിംഗ് പ്രകടനം എല്ലാ ബോളേഴ്സിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇനി ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഈ മത്സരത്തിൽ നമുക്ക് സംഭവിച്ച എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിഹരിക്കേണ്ട, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതാണ്. ഡെത്ത് ഓവർ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നതാണ്. ഡെത്ത് ഓവറിൽ പ്രസീദ് കൃഷ്ണനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. പക്ഷെ 2 ഓവറിലും 14 റണ്ണ് വഴങ്ങിയിട്ട് ഒരു വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്ലാൻ വളരെ കൃത്യമായിരുന്നു. അതായത് പ്രസീദിനെ കൊണ്ട് വാലറ്റത്തിന്റെ അടുത്തേക്ക് എത്തുന്നു, പ്രസീദിനെ കൊണ്ട് പന്തെറിയിപ്പിക്കുക, മാക്സിമം ആ വാലറ്റത്തെ പെട്ടെന്ന് തന്നെ ഓൾ ഔട്ട് ആക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു തന്ത്രമായിരിക്കാം ചിലപ്പോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ മറുവശത്ത് സിറാജ് 8 ഓവറുകൾ എറിഞ്ഞിട്ടുള്ള സിറാജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് സിറാജിനെ ഉപയോഗപ്പെടുത്താതെ പ്രസീദിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ഓവറിൽ 28 റണ്ണ് വഴങ്ങി. അല്ല, ഞാൻ അങ്ങനെ സിറാജ് ആണെങ്കിൽ റണ്ണ് പോവില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അത് പറയാൻ പറ്റില്ല. പക്ഷെ പ്രസീദിന് റണ്ണ് വഴങ്ങുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ മറുവശത്ത് ഇന്ത്യയുടെ ഒരു ഇത് പറയുമ്പോൾ മധ്യ ഓവറുകളിൽ നമുക്കങ്ങനെ ഈ ഒരു റണ്ണ് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ലെങ്കിലും നമ്മളെ ഒരു 2 വിക്കറ്റ് പോയ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു 2-3 വിക്കറ്റുകൾ പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും. അതിനിടയിൽ അതും എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും കൂടി ഒരു 300 രൂപ ടാർഗറ്റ് വരുന്ന സമയത്ത്, ചേസ് ചെയ്യുന്ന സമയത്ത് ബോൾ പെർ റൺ എന്ന രീതിയിൽ കളിക്കാൻ അവർക്ക് പറ്റി. ഒരു കൗണ്ടർ അറ്റാക്ക് പോലെ കളിക്കാൻ പിന്നെ ശ്രേയസ് അയ്യറിനും വിരാട് കോഹ്ലിക്കും പറ്റിയെന്നുള്ളതുകൊണ്ടാണ് നമുക്ക് വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഈ പറഞ്ഞ പോലെ 3 വിക്കറ്റുകൾ അടുത്ത് തുടരെ പോയെങ്കിൽ തന്നെ വലിയൊരു ടാർഗറ്റ് ബോളും പിന്നെ റൺസ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് KL രാഹുലിനും ഹർഷദിനും കൂടി കുറച്ചുകൂടി സുഖമായിട്ട് തന്നെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ആ 3rd വിക്കറ്റ് അല്ലെങ്കിൽ 4th വിക്കറ്റ് പാർട്ണർഷിപ്പിൽ രണ്ടുപേരും കൊണ്ട് വിരാട് കോഹ്ലിയും ശ്രേയസും കൊണ്ട് നന്നായി ചെയ്യാൻ വേണ്ടി പറ്റിയതിലാണ്. ഗില്ലിൻ്റെയും അതുപോലെ തന്നെ. പക്ഷേ ശ്രേയസും കൂടെ വരുമ്പോഴേക്ക് റണ്ണിൻ്റെ ഇത് ആവശ്യത്തിനനുസരിച്ച് കളിക്കാൻ വേണ്ടി റിക്കോർഡ് റണ്ണായിട്ട് കൃത്യമായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയെന്നുള്ളത് എടുത്തു പറയേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു വിക്കറ്റുകൾ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ ടീം കുറച്ചുകൂടി റൺസ് സ്കോർ ചെയ്തിട്ടുള്ള ഒരു ടീമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതെ. അപ്പോൾ ഇവിടെ ടോപ്പ് ഓർഡറിന്റെ ഗില്ലിന്റെ അതുപോലെ തന്നെ കോഹ്ലിയുടെയും ശ്രേയസിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യമായ സമയത്ത് വന്നതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് ഇന്ത്യൻ ടീമിന് മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇപ്പം ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ ന്യൂ ബോളിൽ നമുക്ക് വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി ഒരു നമുക്കൊരു അല്പം നിരാശ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനി അത് സാധിക്കേണ്ടതുണ്ട്. കാരണം ന്യൂസിലാൻഡ് പോലൊരു ടീമിനെതിരെ ആ രീതിയിലേക്ക് ന്യൂ ബോളിൽ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ വളരെ അപകടകരമായിട്ടുള്ള അവരൊരു ശൈലി അതാണ്. അപ്പോൾ ഡെത്ത് ഓവർ ബോളിംഗ് എനിക്ക് തോന്നുന്നത് ബുംറയ്ക്ക് ശേഷം ആരാണ് ഇന്ത്യയുടെ ഒരു ആശങ്കയുണ്ട് ഇപ്പോഴും. അതെ, തീർച്ചയായിട്ടും. അതിനിപ്പം ബൂമറയുടെ ഒരു കാലം വിരമിച്ച് കഴിയുമ്പോഴേക്ക് വലിയൊരു ഇതായിട്ട് മാറും. നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ കാണുന്ന പോലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോയ ശേഷം അല്ലെങ്കിൽ ആ ഒരു തലമുറ മാറ്റത്തിന് ശേഷം വലിയൊരു വിടപാട് നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റ് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഇനി ബൂമറയ്ക്ക് ശേഷം അതുപോലെ ഒരു വലിയ രീതിയിലേക്ക് പോകുമെന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം കഴിഞ്ഞ വർഷത്തിൽ തന്നെ യോർക്കർ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാണ്ട് താരങ്ങൾ ഉഴലുന്നൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ആ ഒരു ആശങ്ക അത് പരിഹരിക്കേണ്ടത് തന്നെയാണ്. താരങ്ങൾ വരേണ്ടത് തന്നെയാണ്. ഇപ്പോൾ താരങ്ങൾക്ക് പറ്റില്ല എന്നല്ല. സിറാജൊക്കെ നമുക്ക് ടെസ്റ്റിലൊക്കെ അത് ബൂമറില്ലാത്ത മത്സരത്തിൽ ആ ഡ്യൂട്ടി എടുക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫോർമാറ്റിലും അതുപോലെ വന്നാൽ മാത്രമേ നമുക്കൊരു ആശങ്കയില്ലാണ്ട് ഭാവിയിലേക്കുള്ള ഇന്ത്യൻ ടീമിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും അതും എടുത്തു പറയേണ്ട തന്നെയാണ്. പിന്നെ നമുക്ക് ഫീൽഡിങ്ങിൽ ചില ലാപ്സ് ക്യാച്ച് വിടുന്ന സാഹചര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു റീസെന്റ് ആയിട്ട് നമുക്കറിയാം ഇന്ത്യയുടെ ക്യാച്ചിങ് പെർഫോമൻസ് വളരെ ഡൗൺ ആയിട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിരുന്നു. ഏഷ്യ കപ്പിലൊക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷെ അത് രണ്ട് ടീമാണ് കളിക്കുന്നതെങ്കിൽ പോലും അത് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഇത് തന്നെയാണ്. അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പിന്നെ ഇപ്പോൾ ഋഷഭ് പന്തിന് പിന്നാലെ നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറിനും ഇഞ്ചുറി ആണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അദ്ദേഹം ഏകദിന പരമ്പര കളിച്ച് ഇനി തുടർന്നേക്കില്ല എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്തായാലും ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ഥിരീകരണങ്ങൾക്കും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നവരെ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇതും കണ്ടിട്ടില്ല. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് മൊത്തത്തിൽ ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മത്സരമായിരുന്നു. അത് ഈ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചെന്ന് മാത്രമല്ല ന്യൂസിലാൻഡിനെ സംബന്ധിച്ചും നല്ലൊരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്.
നമ്മൾ പ്രതീക്ഷിച്ച പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ മികച്ച ഫോമിലുള്ള ഒരു ടീമും മറുവശത്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ബോളിംഗ് നിര അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു ടീം എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു മത്സരമായിട്ട് ഈ മത്സരം മാറിയില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നല്ല മത്സരമായിരുന്നു, നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് രണ്ട് ടീമിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ന്യൂസിലാൻഡിനെ കുറിച്ച് എടുത്തു പറയുമ്പോഴേ ഈ മധ്യനിരയുടെ ഇന്ത്യയുടെ ഇത് പറയുമ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് കെയിൽ ജാമീസന്റെ ഒരു പെർഫോമൻസ്. 10 ഓവറിൽ 41 റൺ വഴങ്ങിയിട്ട് 4 വിക്കറ്റാണ് ജാമീസൻ വീഴ്ത്തിയത്. വളരെ നിർണായകമായിട്ടുള്ള വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത്. അപ്പോൾ ജാമീസനെ സംബന്ധിച്ച് നമുക്കറിയാം ന്യൂസിലാൻഡ് ബോളിംഗ് നിരയിൽ ഇന്ന് ഒരു പരിചയസമ്പത്ത് ഉള്ള അല്ലെങ്കിൽ ഒരു മുഖം എന്ന് പറയുന്നത് കെയിൽ ജാമീസനാണ്. അപ്പൊ ജാമീസൻ അത് മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വരും മത്സരങ്ങളിൽ ഇന്ത്യ ആ ഒരു അപകടത്തെ കൂടിയിട്ട് വളരെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം മധ്യനിരയിൽ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ജാമീസൻ പന്തെറിഞ്ഞത് എന്നുള്ളത് മധ്യ ഓവറുകളിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 7 ബൗളർമാരെ യൂസ് ചെയ്തിട്ടുണ്ട് ന്യൂസിലാൻഡ്. അപ്പോൾ നിലവിൽ നമുക്കറിയാം ന്യൂസിലാൻഡ് ബോളിംഗ് നിര ഒക്കെ ഒരു പുതുമുഖങ്ങളാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്തായാലും അടുത്തൊരു മത്സരം ഇതുപോലെ നല്ലൊരു മത്സരമായി മാറട്ടെ എന്ന് നമുക്ക് അങ്ങനെ തന്നെ ആഗ്രഹിക്കാം.